നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് മുന്നോട്ട് പ്രതീക്ഷയോടെ പോകാൻ പറ്റണമെങ്കിൽ ഇനിയും കുറെ പാർട്ടികൾ കൂടി UDF-ലേക്ക് വന്നേ പറ്റുള്ളൂ. UDF-ന്റെ തനതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കരുത്തില്ല എന്ന കാര്യം UDF തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം. വി.ഡി. സതീശന്റെ പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ LDF-ൽ നിന്നും NDA-യിൽ നിന്നും BJP മുന്നണിയിൽ നിന്നും LDF മുന്നണിയിൽ നിന്നും ഞങ്ങൾ ആളുകളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ്. അപ്പം UDF-ന്റെ തനതായി കരുത്തില്ല എന്നുള്ള ദയനീയ സ്ഥിതി കൂടി വ്യക്തമാവുന്നുണ്ട്. ശ്രീ ജോസ് കെ മാണി അസന്നിഗ്ധമായ ഭാഷയിൽ അതിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. UDF എത്ര ദയനീയമായ ഒരു അവസ്ഥയിലാണെന്നാണ് യഥാർത്ഥത്തിൽ ഈ സംഭവവികാസങ്ങൾ വെളിപ്പെടുത്തുന്നത്. യഥാർത്ഥ വിസ്മയം എന്ന് പറയുന്നത് ജയിക്കാൻ പോകുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് കണക്കുകൂട്ടുന്ന UDF-ന്റെ ആസന്നമായ തോൽവിയാണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്ന വിസ്മയം. ഈ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വിസ്മയത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ വിസ്മയം തുടക്കത്തിലെ പാളിപ്പോയി എന്നാണോ? കാരണം കേരള കോൺഗ്രസ് എം നിലപാട് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലെ ഒന്നാമത്തെ കാര്യം ഈ UDF-ന്റെ കണക്കുകൂട്ടലുകൾ ഈ വിഷയത്തിൽ പിഴച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ്. പക്ഷേ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇനി അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, സീറ്റ് വർദ്ധിപ്പിക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്നെല്ലാം പ്രചരിപ്പിച്ചിരുന്നത് അവർക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യമാണെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അല്ല, ഞാൻ ഇന്നലെ കൊല്ലത്തതിനെ കുറിച്ച് പ്രതികരിച്ചതാണ്, അതിന്റെ ഒരു ആവർത്തനമാണ്. അവര് പറഞ്ഞത് എന്നെ വേണ്ട പോലെ അംഗീകരിച്ചിട്ടില്ല, എന്നെ അവഗണിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്തിട്ട് അടിയന്തരാവസ്ഥ കാലം മുതൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ഒരു പഞ്ചായത്ത് മെമ്പറോ ഒരു മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കൌൺസിലറോ പോലും ആയിട്ടില്ല, മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ഇത് 3 തവണ. ഞാൻ ആദ്യമായിട്ട് അസംബ്ലിയിലേക്ക് മത്സരിക്കുന്നത് 2006-ലാണ് അഡ്വക്കേറ്റ് ഐഷ പോറ്റി മത്സരിച്ചത്. ഞങ്ങൾ തമ്മിൽ വലിയ സൗഹൃദം ഉള്ള അത്തരത്തിലുള്ള ഊഷ്മളമായ ബന്ധമാണ് തമ്മിലുള്ളത്. പക്ഷെ 3 തവണ MLA ആയ ഒരാള്, 1 തവണ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരാള് എനിക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്ന് പറയുന്നത് എത്ര ആത്മാർത്ഥതയില്ലാത്തൊരു പ്രസ്താവനയാണ്. എന്റെ ഒരു മുൻ സഹപ്രവർത്തകയെക്കുറിച്ച് ആത്മാർത്ഥതയില്ലാത്തവരെന്നൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് സങ്കടകരമാണ്. പക്ഷെ ഇങ്ങനെ പാർട്ടിയെക്കുറിച്ച് ഒരു കുറ്റാരോപണം നടത്തുന്നത് 10,000-കണക്കിന് പാർട്ടി സഹാക്കൾക്ക് കിട്ടാത്ത അംഗീകാരവും പ്രാധാന്യവും പദവികളും ലഭിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ കോൺഗ്രസിന്റെയും UDF-ന്റെയും ഒരു ദയനീയ സ്ഥിതി ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. പാർട്ടിയിൽ വരുന്ന ആളുകളെ നല്ല തലത്തിൽ പാർട്ടിയെക്കുറിച്ച് പഠിപ്പിച്ച് കൂടുതൽ ബോധവൽക്കരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നുള്ള കാര്യവും ഈ ഐഷ പോറ്റി സംഭവത്തിൽ നിന്ന് വ്യക്തമാണ്.